Hello, good morning. ഹലോ, കേൾക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? കുറച്ച് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയില്ലേ? കുട്ടികളെ വല്ലതും പഠിച്ചിരുന്നോ? എക്സാം നിങ്ങൾക്ക് നാളെ എക്സാം ഇല്ലേ? ഇല്ലേ, മലയാളക്കാർക്കാ? മലയാളത്തിന് മാത്രം എക്സാം ഉണ്ടല്ലേ? ഞാൻ സത്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വാല്യൂഷന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിലൊന്നും പോയിട്ടില്ല. അപ്പോൾ
ഇന്നും നാളെയും കൂടെ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ആ മെസ്സേജ് ചെയ്യുന്ന സമയത്ത്, രാവിലെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത് എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന്. ഓക്കെ, അതാണ് പറ്റിയത്. കാരണം എന്താ പറയാ, ഓക്കെ ഓക്കെ. അപ്പം എക്സാമിന് പോകുന്ന ആളുകളെ, കോളേജിലേക്ക് എക്സാമിന് പോകുന്ന ആളുകള് കുറെ ദിവസം കഴിഞ്ഞിട്ട് കാണണമെന്ന് വിചാരിച്ചിട്ട് കൊട്ടിഘോഷിക്കൊന്നും വേണ്ട കേട്ടോ. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നോക്കിയിട്ട് തന്നെ പോവാ. എക്സാം കഴിഞ്ഞാൽ അവിടെ തന്നെ പെട്ടെന്ന് പോരുക, അല്ലാതെ അവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കൊന്നും ചെയ്യരുത്. അറിയാലോ, കൂടുതൽ ഇന്ററാക്ഷനും കാര്യങ്ങളൊന്നും വേണ്ട എന്നർത്ഥം. പിന്നെ ആ ഒരു നോർമൽ സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പം പരമാവധി എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ടീച്ചേഴ്സ് ഒന്നും നോക്കണില്ല, അല്ലെങ്കിൽ ഞങ്ങളെ ടീച്ചേഴ്സ് ഒന്നും ഇല്ല എവിടെയെന്ന് വിചാരിച്ചിട്ട് അവിടെ അലമ്പുണ്ടാക്കി നിൽക്കരുത്. കേട്ടുവോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയണേ? യെസ് മിസ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഞാൻ ഇതിന്റെ ഷെയർ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, വല്ലാത്തൊരു കഷ്ടം. സെക്കൻഡ് ഇതൊക്കെ ശരിയാവേ. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ കാണാലോ. കാണാലോ കുട്ടികളെ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Mr. Krishna is the assistant manager of Kerala Road Transport Company at Mumbai, drawing a salary of rupees 10,000 per month. The company is provided him accommodation of which 8% of his salary is deducted. Actually, rent paid by the company for the accommodation is 16,000 per annum. He is also provided by a car by the company with cubic engine capacity 1.9 liters for his personal use, and running and maintenance expenditure for the same are met by the employer, which amounts to rupees 12,000, for which employee pays rupees 5,000.
Okay. Members of Krishnan's family have visited a number of places in the conveyance provided by the company for which nothing has been charged. The total conveyance expenses in this regard amount to rupees 6,000. He is also entitled to get a bonus equivalent to 2 months' salary in addition to his salary. Compute his gross taxable income for the assessment year 2020-21. Okay, clear ആയല്ലോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും കുട്ടികളെ? എന്തൊക്കെയാ അതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. 1 by 1 ആയിട്ട് നോക്കുക എന്തൊക്കെയാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ. സാലറി പെർ മന്ത് തന്നിട്ടുണ്ട് അല്ലേ, 10,000. ദെൻ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. The company is provided him an accommodation for which 8% of the salary is deducted. Actual rent paid by the company for the accommodation is 16,000 per annum. എന്താണ് അവിടെ പറയുന്നത്? എന്താണ് അവിടെ പറയുന്നത്? അക്കോമഡേഷൻ പ്രൊവൈഡ് നിങ്ങൾ കേൾക്കണില്ലേ? എന്താണെന്നും ഉണ്ടാത്ത അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് അല്ലേ? റെന്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? എങ്ങനെ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാ? ഹലോ, എങ്ങനെ കുട്ടികളെ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാ? എനിക്ക് കേൾക്കായിട്ടാണോ നിങ്ങൾ പറയട്ടാണോ? റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒന്ന് റെസ്പോണ്ട് ചെയ്യുക ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. ഹലോ, ഹലോ, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എനിക്ക് കേൾക്കായിട്ടാണോ നിങ്ങൾക്ക് കേൾക്കായിട്ടാണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യും. അറ്റ്ലീസ്റ്റ് കേൾക്കുന്നുണ്ട് എന്നെങ്കിലും മെസ്സേജ് ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ നമ്മുടെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത് അല്ലേ? പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടല്ലേ അല്ലേ? 15% ഓഫ് സാലറി, 10% സാലറി, 7.5% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. 25 lakh എബോവ് ആണ്. അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ നോക്കണം ആരാണ് ഇവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? എംപ്ലോയർ തന്നെയാണ്. പക്ഷെ എംപ്ലോയറുടെ സ്വന്തം പ്രോപ്പർട്ടി ആണോ അതല്ലെങ്കിൽ എംപ്ലോയർ റെന്റിന് എടുത്ത പ്രോപ്പർട്ടി ആണോ നോക്കണം. എംപ്ലോയറുടെ സ്വന്തം പ്രോപ്പർട്ടി ആണോ ശരിക്കത്? അല്ല അല്ലെ, എംപ്ലോയർ റെന്റിന് എടുത്ത പ്രോപ്പർട്ടിയാണ്. എംപ്ലോയർ റെന്റിന് എടുത്ത പ്രോപ്പർട്ടിയാണ്. അങ്ങനെ വരുമ്പോഴോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പറയും കുട്ടികളെ, എന്തോ ഒരു കഷ്ടങ്ങൾ, എന്താ പിന്നെ പഠിക്കണേ? എംപ്ലോയർ റെന്റിനെടുത്ത പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒരു റെസ്പോൺസും ഇല്ല. നിങ്ങൾക്ക് എന്താ പറ്റിയത്? 2 ദിവസം ക്ലാസ് ഇല്ലാതായപ്പോ പറയൂ. എന്താണ്?
പോപ്പുലേഷനെ ബേസ് ചെയ്ത് പറയണില്ലേ 25 ലാഖിന്റെ മുകളിലാണെങ്കിൽ അതാണോ? പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. നമ്മൾ റെന്റ് അക്കോമഡേഷന്റെ കേസിൽ എങ്ങനെയൊക്കെയാ പഠിച്ചത്? നോട്ടുണ്ടല്ലോ, എല്ലാരടുത്തും അത് നോക്കിയിട്ട് പറയൂ എങ്ങനെയൊക്കെയാണ്. ഒരു സിറ്റിയുടെ പോപ്പുലേഷൻ ഫസ്റ്റ് കേസ് എന്താ? ഫസ്റ്റ് കേസ് എന്താണ്? ഇഫ് ദി accommodation is owned by employer. accommodation is owned by employer. Owned by employer-ലാണെങ്കിൽ നമ്മൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് പറയും. ഇവിടെ ആരാണ് ഓൺ ചെയ്യുന്നത്? എംപ്ലോയർ ആണോ? കമ്പനി ഓൺ ചെയ്യുന്നതാണോ? ഇവിടെ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. കമ്പനി ഈസ് പ്രൊവൈഡഡ് ഹിം അക്കോമഡേഷൻ ഫോർ വിച്ച് 8% of his salary is deducted. Actual rent paid by the company for the accommodation is 16,000. കമ്പനി ഇതിനൊരു 16,000 രൂപ വാടക അടക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അത് കമ്പനി ഓൺ ചെയ്തതാവോ കുട്ടികളെ? ആവോ? ആവോ? ഇല്ല അല്ലേ? ഇല്ലല്ലോ. കമ്പനി വാടക അടക്കുന്നുണ്ട് പറയുമ്പോ കമ്പനീന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ല. അപ്പൊ നമ്മള് എന്താണ് നോക്കേണ്ടത്? കമ്പനി വാടകയ്ക്ക് എടുത്ത പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെയല്ലേ വരിക? അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വാല്യൂ ഓഫ് ഫർണിഷ്ഡ് ഹൗസ് ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. പിന്നെ എംപ്ലോയിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് ലിസ്റ്റ് ചെയ്യാം. എംപ്ലോയിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് ലിസ്റ്റ് ചെയ്യാം. അതെവിടെയാ? നമുക്കൊന്നുകൂടെ ആ ഭാഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം ഞാൻ. നമ്മൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഏതിന്റെ കേസ് ആയിരുന്നു? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലല്ലേ പറഞ്ഞത്? അല്ലേ? അല്ലേ? അങ്ങനെ തന്നെ ഞങ്ങൾ എഴുതിയത്. അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ അല്ലേ? ഞാൻ ഇതിന് ബാക്ക് അടിച്ചു പോയി കഴിഞ്ഞാല് ഓക്കെ. അപ്പൊ ആദ്യം നമ്മള് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന്റെ ആ ഒരു ലൈസൻസ് ഫീ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ഫർണിച്ചറിന്റെ 10% ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത് ആഡ്. അപ്പൊ ഫർണിച്ചർ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എംപ്ലോയി അടച്ചിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്യും. അതാണ് കിട്ടുക. സുഖമാണ്. ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ മൈനസ് എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയി. അല്ലെ? ഫർണിച്ചറും എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് ആദ്യത്തെ കേസ് ഗവൺമെന്റ് എംപ്ലോയി. അപ്പൊ ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി ആണോ? അങ്ങനെ തന്നിട്ടില്ലേ അല്ലെ? മാനേജർ ഓഫ് കേരള റോഡ് ട്രാൻസ്പോർട്ട് കമ്പനി അറ്റ് മുംബൈ ഡ്രോയിങ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ. എനിവേ അയാളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? അല്ലെ? ഗവൺമെന്റ് എംപ്ലോയീസിൽ സാധാരണ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തരാറ് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് അതർ എംപ്ലോയീസിന്റെ കേസിൽ, അതായത് പ്രൈവറ്റ് എംപ്ലോയീസിന്റെ കേസിൽ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി വരുന്നത് എംപ്ലോയർ ഓൺ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, എംപ്ലോയറുടെ സ്വന്തം കെട്ടിടത്തിലാണെങ്കിൽ. നമ്മളന്ന് പറഞ്ഞൂലേ, ഇപ്പൊ മൽഷിഫയുടെ മൗലാനയുടെ ഒക്കെ കേസ് പറഞ്ഞിരുന്നു നമ്മള്. അപ്പൊ മൽഷിഫയുടെ തന്നെ സ്വന്തം കെട്ടിടത്തിലാണ് അവിടെ താമസ സൗകര്യം നൽകുന്നത് എങ്കിൽ, അതല്ല അൽഷിഫ റെന്റിന് എടുത്ത കേസ് ആണെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അൽഷിഫയുടെ തന്നെ സ്വന്തം, അതല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ സ്വന്തം കെട്ടിടത്തിലാണ് താമസ സൗകര്യം നൽകുന്നത് എങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെയാ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് എടുക്കേണ്ടത്? പറയാം. 25% above 25 lakh above population ആണെങ്കിൽ അവിടെ 15% ഓഫ് ദി സാലറി എടുക്കണം. Then in between 25 lakh and 10 lakh ആണെങ്കിൽ സാലറിയുടെ 10% എടുക്കണം. എന്നാൽ 10 ലാഖിന് താഴെ പോപ്പുലേഷൻ ആണെങ്കിൽ സാലറിയുടെ 7.5% എടുക്കണം. ഇങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ്. അപ്പൊ അതിലും പെടുത്താൻ പറ്റില്ല ഇവിടെ.
സെക്കൻഡ് കാറ്റഗറിയിലും പെടുത്താൻ പറ്റില്ല, കാരണം ഇത് എംപ്ലോയറുടെ പ്രോപ്പർട്ടി അല്ല, എംപ്ലോയർ റെന്റിന് എടുത്ത പ്രോപ്പർട്ടിയാണ്. അപ്പം എംപ്ലോയർ റെന്റിന് എടുത്ത പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എടുത്തിരുന്നത്? വാല്യൂ ഓഫ് ഫർണിഷ്ഡ് ഹൗസ് എന്ന് പറയുന്നത്, അൺഫർണിഷ്ഡ് ഹൗസ് എന്ന് പറയുന്നത് 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ ലീസ് റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ്. അങ്ങനെയല്ലേ എടുത്തത് കുട്ടികളെ? അല്ലേ? 15% ഓഫ് ദി സാലറി ഓർ ആക്ച്വൽ ലീസ് ഓർ റെന്റ് വിച്ച് എവർ ഈസ് ലെസ്. അതിന്റെ കൂടെ ഫർണിച്ചറിന്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 10% ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്തു തരുന്നത്. എമൗണ്ട് എന്തെങ്കിലും എംപ്ലോയി അടച്ച എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന് മൈനസ് ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ? അപ്പൊ റെന്റ് ഫ്രീ അക്കോമഡേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കണം ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. ഗവൺമെന്റ് എംപ്ലോയി ആണോ? പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ തന്നെ കമ്പനി ഓൺ ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ കമ്പനി റെന്റിന് എടുത്തതാണോ, അതറിയണം. എന്നാലേ എനിക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കുറേ ആളുകൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം. എക്സാമിന് വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ തരംതിരിച്ചൊക്കെ ചോദിക്കും. അപ്പൊ ചെയ്യാൻ അറിയണമെങ്കിൽ ഇതിവിടെ ശ്രദ്ധിക്കണ്ടേ. നെക്സ്റ്റ് നോക്കൂ. അപ്പൊ അത് ഓക്കെ, നമ്മൾ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. 15% ഓഫ് ദി സാലറി എടുക്കും. ഓക്കെ, ഞാൻ ഇടയ്ക്കൊന്ന് കട്ടായി പോയതാണ്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? സോ നെക്സ്റ്റ് നമ്മൾ കാറിന്റെ കേസാണ് അല്ലെ? കാറ് നിങ്ങൾക്ക് ഓൾറെഡി പഠിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. കേൾക്കണില്ലേ? ഓക്കെ, നല്ല മഴ ഉണ്ട്, അതിന്റെ ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പൊ 1.9 ലിറ്റേഴ്സ് ഉള്ള ഒരു കാറാണ്. അപ്പൊ സ്മോൾ ആണോ ലാർജ് ആണോ എന്ന് അറിയാലോ? ഓക്കെ, സ്മോൾ ആണോ ലാർജ് ആണോ എന്ന് അറിയാലോ? എന്തിനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് അല്ലേ? സോ പേഴ്സണൽ യൂസിനാണെങ്കിൽ നമുക്ക് അറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചർ പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് സാലറി ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക. അപ്പൊ അത് ഓക്കെ. Then members of Krishna family has visited a number of places in the conveyance provided by the company for which nothing has been charged. ഇയാള് എന്താണ് ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ടോട്ടൽ കൺവെയൻസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 6,000 ആണ്. അതിനൊന്നും തന്നെ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞു. അപ്പൊ കൺവെയൻസ് അലവൻസ് ഏതിനകത്താ വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. കൺവെയൻസ് ആണ് പറയുന്നത്, കൺവെയൻസ് അലവൻസ് അല്ല കേട്ടോ. Okay, he is also entitled to get a bonus of equivalent to 2 months salary in addition to his salary. അയാൾക്ക് 2 മാസത്തെ സാലറി ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രോസ് ഇൻകം എത്രയാണ് എന്നുള്ളത്, ഗ്രോസ് ടാക്സബിൾ ഇൻകം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് അത് എനിക്ക് ഇപ്പം തന്നെ ചെയ്ത് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ഓർമ്മ വേണേ. വാല്യൂ ഓഫ് കാർ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയുള്ള അതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഫുൾ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു തന്നു. അത് എഴുതൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. തെറ്റിക്കാണ്ട് എത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക അല്ലേ? അല്ല ഫുള്ള് നോക്കി എഴുതിയിട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് രതീഷ് ഏജ്ഡ് 48 years in an accountant and employed in GLF Limited. He gets rupees 1 lakh per month as salary and 1 lakh per annum as bonus. Besides, GLF provide the following. ട്രാൻസ്പോർട്ട് അലവൻസ് തന്നിട്ടുണ്ട്. എനിക്കറിയാം അത് ഏതിലാ വരിക എന്നുള്ളത്. മെഡിക്കൽ ഫെസിലിറ്റി ഇൻ എ ഹോസ്പിറ്റൽ വിച്ച് ഈസ് ഓൺഡ് ബൈ medical facility in a hospital which is owned by his company. Cost of providing this facility is 30,000. Medical facility in a government hospital, medical facility in a private hospital, medical facility in a hospital approved by chief commissioner, medical claim insurance paid by GLF Limited for Radish and his family members rupees 25,000, reimbursement rupees 18,000. Okay. അപ്പോൾ ഇത് മെഡിക്കൽ, നമ്മൾ ആ ഒരു മെഡിക്കൽ ഇതിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് എടുക്കേണ്ടത്, എത്ര എമൗണ്ട് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആവുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഈ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എനിക്ക് ഇപ്പൊ തന്നെ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം. ആ സെൻഡ് ചെയ്ത് തന്നവർക്ക് മാത്രം ഞാൻ അറ്റൻഡൻസ് തരുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളൊന്നും കേൾക്കുന്നില്ല, കുറേ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, കേട്ടോ? എന്നാ വേഗം ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് എഴുതിയിട്ട് വിടുക. അപ്പൊ ഞാൻ സമയം പറഞ്ഞുതരാം. ഒൻപത് 32. അടുത്ത പീരീഡ് 9:50 തുടങ്ങുക. അതിന്റെ മുമ്പേ ആകുമ്പോഴത്തേക്ക് വേഗം സെൻഡ് ചെയ്ത് തരിക. എന്നാൽ മാത്രം ഞാൻ അറ്റൻഡൻസ് തരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ വേഗം ലീവ് ചെയ്തോളൂ. മഴ ഏതൊന്നും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ആ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം, ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നെ എഴുതിയെടുത്താലും മതി.